എനിക്ക് കുട്ടിക്കാലം തൊട്ടേ മഹേട്ടനെ അറിയാവുന്നല്ലേ. അന്നെല്ലാം മഹേട്ടൻ എത്ര നല്ല ആളായിരുന്നു. ഇന്നും അതിനൊരു മാറ്റവും വന്നിട്ടില്ല. അതെ, പക്ഷേ മാറ്റങ്ങൾ ഉണ്ടായി പോയെന്നെ. അങ്ങനെ സംഭവിക്കാതിരുന്നത് അമ്മ എൻ്റെ ജീവിതത്തിൽ വന്നതുകൊണ്ടാണ്. അല്ലെങ്കിൽ ചിലപ്പോൾ അളവിൽ കൂടുതൽ പണം കയ്യിലുള്ള ധാരാളിയോ ദൂർത്തനോ ദുർനടപ്പുകാരനോ വഴക്കാളിയോ ഒക്കെ ഒരു മോശം മനുഷ്യനായിട്ട് ഞാൻ മാറിയേനെ. എനിക്ക് ദേഷ്യം കൂടുതലായിരുന്നു. എൻ്റെ ദേഷ്യം നല്ലതിനു വേണ്ടി ആവണമെന്ന് എന്നെ പഠിപ്പിച്ചത് അമ്മയായിരുന്നു. ഒരാളുടെ സ്വഭാവ രൂപീകരണത്തിൽ അമ്മമാർ ചെലുത്തുന്ന സ്വാധീനം വളരെ വലുതാണ്. നമ്മുടെ ചെറിയ തെറ്റുകൾ തിരുത്തി നേർവഴി കാണിക്കാൻ അമ്മ തന്നെ വേണം. അല്ലെങ്കിൽ ചെറിയ തെറ്റുകൾ പിന്നീട് വലുതായി മാറും. അത് മതി ജീവിതം തകരാൻ. ഒരിക്കലും മഹേട്ടൻ അങ്ങനൊന്നും ആവില്ലെന്ന് എനിക്ക് ഉറപ്പാ. അത് ഇന്നത്തെ എന്നെ കണ്ട് ഗംഗ പറയുന്നതല്ലേ. എന്തായാലും അമ്മയുടെ കാര്യത്തിൽ ഒരു തെറ്റിദ്ധാരണയും ഗംഗയ്ക്ക് വേണ്ട. രാഹുലിനോട് അമ്മ പറയാത്തതുകൊണ്ടല്ല രാഹുൽ രാജുവോട് മോശമായിട്ട് പെരുമാറുന്നത്. അത് അവന്റെ സ്വഭാവത്തിന്റെ പ്രത്യേകതയാണ്. അങ്ങനെയാണെങ്കിൽ രാഹുലേട്ടനെ വളർത്തിയത് അമ്മ തന്നെയല്ലേ മഹേട്ട? അതെ, പക്ഷേ അമ്മ എനിക്ക് കൂടുതൽ സ്നേഹവും പരിഗണനയും തന്നത് രാഹുലിന്റെ മനസ്സിൽ വലിയ മുറിവ് സൃഷ്ടിച്ചിട്ടുണ്ട്. അതാവും അവന്റെ സ്വഭാവത്തിൽ വ്യത്യാസം വന്നത്. ഹലോ, അതെ. ഞാൻ ഓഫീസിലേക്ക് പോകുന്ന വഴി അവിടെ വരാം. ഫയൽ കാറിലുണ്ട്, ഞാൻ കൊണ്ടുവരാം. ബില്ലെല്ലാം മെയിൽ ചെയ്തിട്ടുണ്ട്. അതെ, അതൊക്കെ ഇന്നലെ ചെയ്തതാണ്. ശരി, ഓക്കെ. പോകുന്ന വഴിക്ക് ഓഡിറ്ററുടെ ഓഫീസിൽ നിന്ന് കയറണം. സെയിൽസ് റിട്ടേൺ കൊടുക്കേണ്ട സമയമായി. ഞാൻ ഇറങ്ങട്ടെ. ശരി. ഗൗരി ചേച്ചി. ഗംഗേ. ചേച്ചി, ഞാൻ മഹേട്ടനോട് അമ്മയെക്കുറിച്ച് സംസാരിക്കാൻ ശ്രമിച്ചു. പക്ഷേ എനിക്ക് മഹേട്ടൻ്റെ അമ്മയെ മനസ്സിലാക്കാൻ സാധിക്കുന്നില്ലെന്നാ മഹേട്ടൻ പറയുന്നത്. ഞാൻ പറഞ്ഞില്ലേ മഹേട്ടൻ അങ്ങനെ പറയൂന്ന്. മഹേട്ടൻ നല്ല മനുഷ്യനാവാൻ കാരണം അമ്മയാണെന്ന്. വളർത്തു ഗുണം കൊണ്ടാണ് ഇങ്ങനെ ആയതെന്ന്, അല്ലെങ്കിൽ ഒരു ദേഷ്യക്കാരനായി മാറിയനെന്നൊക്കെ പറഞ്ഞു. മഹേട്ടന് അങ്ങനെ ഒരു ദേഷ്യക്കാരന്റെയും ഒരു തല്ലുകാരന്റെയും സ്വഭാവമുണ്ട്. പക്ഷേ അത് പുറത്തെടുക്കുന്നത് എപ്പോഴാന്നുള്ളതില്ല കാര്യം. ഒരാൾക്ക് നല്ല കാര്യത്തിനും ദേഷ്യപ്പെടാം, തല്ലും കൂടാം. ഒരു തെറ്റ് കണ്ടാൽ അതിനെ എതിർക്കുകയും ചോദ്യം ചെയ്യുകയും ചെയ്യുന്നത് നല്ല കാര്യമല്ലേ? അതെ. അതിന് ദേഷ്യം വഴക്കുമല്ലേ ഉപയോഗിക്കുക? ശരിയാ. പക്ഷേ അത്തരം സാഹചര്യങ്ങളിൽ പുതുതായി കാണുന്ന ആളുകൾ തെറ്റിദ്ധരിക്കാം. ഞാൻ മഹേട്ടനെ ആദ്യമായി കാണുന്നത് അങ്ങനെ ഒരു സാഹചര്യത്തിലാ. പലപ്പോഴും ഞാൻ മഹേട്ടനെ തെറ്റിദ്ധരിക്കുകയും ചെയ്തിട്ടുണ്ട്. ആണോ? അതൊക്കെ എന്നോട് കൂടി ഒന്ന് പറയോ ചേച്ചി? എനിക്കതൊക്കെ അറിയാൻ വലിയ ആഗ്രഹമുണ്ട്. നിങ്ങള് ആദ്യമായിട്ട് കണ്ടുമുട്ടിയത് എങ്ങനെയാ? ഞാൻ പറയാം. ഞാൻ MSc കഴിഞ്ഞ് MPhilന് പോകണമെന്ന് ആഗ്രഹിച്ച് നിൽക്കുന്ന സമയം അഡ്മിഷനൊക്കെ റെഡിയായി. അങ്ങനെ ഒരു ദിവസം ഇന്നത്തെ ഭക്ഷണത്തിന് ഒരു പ്രത്യേക ടേസ്റ്റ് ഉണ്ടല്ലോ. ഉണ്ടാകും. ഇന്ന് പ്രഭേട്ടന്റെ മോളുടെ പാചകമാണല്ലോ. അതാണ്. അല്ലേലും അച്ഛന് മോൾ എന്തുണ്ടാക്കിയാലും വലിയ കാര്യമാണല്ലോ. ബാക്കിയുള്ളവര് അടുക്കളയിൽ കിടന്ന് കഷ്ടപ്പെടുന്നതിന് ഒരു വിലയില്ല. ആഹാ, എന്റെ അമ്മയ്ക്ക് കുശുമ്പ് വന്നു തുടങ്ങിയോ? എനിക്കൊരു കുശുമ്പുമില്ല. നീ നന്നായി ചെയ്താ അതിന്റെ നല്ല പേര് എനിക്കാ. പിന്നെന്തിനാ ഞാൻ കുശുമ്പെടുക്കുന്നേ? അത് ശരിയാ, പെണ്ണിന് കല്യാണപ്രായമായി. ഏട്ടനെന്താ എന്നെ ഇവിടുന്ന് ഓടിക്കാൻ ധൃതിയായോ? അതല്ലടി മോളെ, നിന്റെ കാര്യം കഴിഞ്ഞാലേ അവന്റെ കല്യാണ കാര്യത്തെ കുറിച്ച് അന്വേഷിക്കൂ.
അതാ നിന്റെ ചേട്ടൻ തിരക്ക് പിടിക്കുന്നത്. ഗോകുല് പറഞ്ഞത് കാര്യമുണ്ട്. നമുക്ക് ഇവളുടെ വിവാഹത്തെക്കുറിച്ച് ആലോചിക്കണ്ടേ പ്രഭേട്ട? അതിനുള്ള സമയമായോ? എന്റെ മോള് കുഞ്ഞല്ലേ? ഓ പിന്നെ, നിങ്ങൾക്ക് മാത്രം ഇവള് കുഞ്ഞ്, മറ്റെല്ലാവർക്കും വിവാഹപ്രായം എത്തിയ പെണ്ണ. എനിക്കിപ്പോഴേ കല്യാണമൊന്നും വേണ്ടച്ചാ. അത് നീ അല്ലല്ലോ തീരുമാനിക്കേണ്ടത്, അല്ലേ അമ്മേ? അതെ. ആ പിന്നെ പ്രഭേട്ട, എന്റെ ഫ്രണ്ട് ദേവികെ പ്രഭേട്ടൻ അറിയില്ലേ? അറിയാം. അവര് ഫാമിലി ആയിട്ട് ദുബൈയിൽ സെറ്റിൽഡ് അല്ലേ? ആ, അവരിപ്പോ നാട്ടില് വന്നിട്ടുണ്ട്. അവൾക്കൊരു മകനാ ദിലീപ്. നമ്മുടെ ഗൗരിയേക്കാൾ 3-4 വയസ്സിന് മൂപ്പേ ഉള്ളൂ. ദിലീപിന് വേണ്ടി നമ്മുടെ ഗൗരി ആലോചിക്കാൻ അവർക്ക് താല്പര്യമുണ്ട്. എനിക്കിപ്പോ കല്യാണമൊന്നും വേണ്ട. എനിക്ക് പഠിക്കണം. അതിന് കല്യാണം കഴിഞ്ഞാലും പഠിക്കാലോ. ആ അതെ, ദേവിക കുഞ്ഞിലെ ഇവളെ കണ്ടിട്ടുള്ളതാ. അവൾക്ക് താല്പര്യമുണ്ട്. വിവാഹം ഗൗരി മോളുടെ ഇഷ്ടത്തിന് മതി ഗൗതമി. അവൾക്കിപ്പോ പഠിക്കണമെങ്കിൽ പഠിക്കട്ടെ. അതെ, എനിക്ക് പഠിച്ചൊരു ജോലി വേണം, സ്വന്തം കാലിൽ നിൽക്കണം. അത് കഴിഞ്ഞു മതി കല്യാണം. നല്ല ആലോചനയാ. ദേവിക്കും കുടുംബവും നമ്മൾ വിചാരിക്കുന്നതിലും വലിയ നിലയില്ല. ഇത് വിട്ടുകളയേണ്ടെന്നാ എന്റെ അഭിപ്രായം. അത് തന്നെയാ എന്റെ അഭിപ്രായം. എന്തായാലും പെണ്ണും ചെക്കനും തമ്മിലൊന്ന് കാണട്ടെ, അത് കഴിഞ്ഞല്ലേ ബാക്കി. അതെ, നാളെ പാർക്കിൽ വെച്ച് ദിലീപും ഗൗരിയും തമ്മിലൊന്ന് കണ്ട് സംസാരിക്കട്ടെ. അച്ഛാ പ്ലീസ് അച്ഛാ, ഇപ്പൊ എനിക്ക് കല്യാണം വേണ്ട. ഒന്ന് കാണുന്നതിൽ തെറ്റില്ല മോളെ. കണ്ടിട്ട് നിനക്ക് ഇഷ്ടമാകുന്നില്ലെങ്കിൽ നമുക്കത് വേണ്ട നോക്കാം. ഏതായാലും നിന്റെ അമ്മയുടെ ഏട്ടന്റെ ആഗ്രഹം പോലെ നീ ഒന്ന് പോയി കാണ്. അതെ, ഹലോ ഗൗരി, എന്താ ഈ സമയത്ത്? നീ കിടക്കായിരുന്നോ? ഇല്ല. എന്താടി? എന്താ ഒരു ടെൻഷൻ പോലെ? ഒരു പ്രോബ്ലം ഉണ്ട്. എന്താ കാര്യം? എടീ, എനിക്ക് കല്യാണം ആലോചിക്കുവാ. ആഹാ, ആരാ പയ്യൻ? അത് അമ്മയുടെ ഏതോ ഫ്രണ്ടിന്റെ മോനാ. എന്നിട്ട് പയ്യൻ എങ്ങനെയുണ്ട്? കൊള്ളാവോ? ആ, എനിക്കറിയില്ല. എനിക്കിപ്പൊ കല്യാണം ഒന്നും വേണ്ട. നീ എങ്ങനെയെങ്കിലും കല്യാണം ഒഴിവാക്കാൻ എന്നൊന്ന് സഹായിക്കണം. അതെന്താ? നല്ലതാണെങ്കിൽ നടക്കട്ടെ. നിനക്കറിയാലോ, എനിക്ക് പഠിക്കണം. എന്റെ ലക്ഷ്യം പഠിച്ച് നല്ലൊരു പൊസിഷനിൽ എത്തുക എന്നുള്ളതാ. അതിനിപ്പോ വിവാഹം കഴിച്ച ശരിയാവില്ല. എങ്കിൽ പിന്നെ അമ്മ അത് പറഞ്ഞ് മനസ്സിലാക്ക. അമ്മയുടെ സ്വഭാവം നിനക്ക് അറിയാലോ. അതൊന്നും പറഞ്ഞ അമ്മ കേൾക്കൂല. ഇപ്പോഴാണെങ്കിൽ അമ്മയ്ക്ക് സപ്പോർട്ടിന് ഏട്ടനും ഉണ്ട്. അമ്മയുടെ ബെസ്റ്റ് ഫ്രണ്ടിന്റെ മോനായതുകൊണ്ട് തന്നെ അവര് വലിയ താല്പര്യത്തില. പോരാത്തതിന് പയ്യൻ വിദേശത്തും. നീ തൽക്കാലം അമ്മയെ പിണക്കണ്ട. നമുക്ക് ചെക്കനെ കണ്ട് കാര്യം പറയാം. ആള് വിദേശത്ത് വളർന്നതായതുകൊണ്ട് ആ ബോധം ഉണ്ടാവും. നൈസായിട്ട് കാര്യം പറഞ്ഞ് മനസ്സിലാക്കി ഒഴിവാക്കാം. അതൊക്കെ നടക്കൂടി. ഞാനല്ലേ പറയുന്നത്, നീ സമാധാനമായിട്ട് കിടന്ന് ഉറങ്ങ്. എന്തായാലും പിടിച്ചു കെട്ടി നിന്നെ കല്യാണം കഴിപ്പിച്ചു വിടുവൊന്നുമില്ല. നമുക്ക് ശരിയാക്കാം. നീ എനിക്കൊപ്പം നിൽക്കുമല്ലോ അല്ലേ? പിന്നെ ഞാൻ നിന്റെ കൂടെ തന്നെയുണ്ട്. ഇപ്പോഴാ മനസ്സിനൊരാശ്വാസമായത്. എങ്കിൽ ശരി, നീ ഉറങ്ങിക്കൂ. ഓക്കേടി, നാളെ കാണാം. പിന്നെ എന്താ സംഭവിച്ചത്? പ്രസീത പറഞ്ഞത് കേട്ട് ഞങ്ങൾ പാർക്കിൽ ചെന്ന് ദിലീപിനെ കാണാൻ തീരുമാനിച്ചു. പ്രസീതയും കൂടെ വന്നു. അവിടെ ഞങ്ങള് ദിലീപിനെ കാത്തിരിക്കുമ്പോ എനിക്ക് നല്ല ടെൻഷനുണ്ട് പ്രസീതെ. നീ എന്തിനിങ്ങനെ ടെൻഷൻ ആവുന്നത്? ഇത് നിന്റെ ജീവിതമാ. ഇവിടെ തീരുമാനം എടുക്കേണ്ടതും നീയാ. ആർക്കും ഒന്നിനും നിന്നെ നിർബന്ധിക്കാൻ ഒരു അവകാശവും ഇല്ല. പറയുമ്പോ അങ്ങനെയൊക്കെ പറയാം. അനുഭവിക്കുന്നത് ഞാൻ തന്നെയല്ലേ.
എന്റെ അമ്മയുടെ സ്വഭാവം നിനക്ക് അറിയാവുന്നതല്ലേ? അമ്മയല്ല നിന്റെ ജീവിതം ജീവിക്കേണ്ടത്, അത് നീ തന്നെ ജീവിച്ചേ പറ്റൂ. അതാദ്യം മനസ്സിലാക്ക്. നീ നിന്റെ തീരുമാനത്തിൽ ഉറച്ചു നിന്നാ നിന്റെ ആഗ്രഹം നടക്കും. അല്ലെങ്കിൽ ജീവിതകാലം മുഴുവൻ ഫ്രസ്ട്രേറ്റഡ് ആയിട്ട് ജീവിക്കേണ്ടി വരും. അയാളാണെന്ന് തോന്നുന്നു. ഒരു ഡ്രഗ് അഡിക്റ്റ് ലുക്ക് ഉണ്ടല്ലോ. രക്ഷപ്പെട്ട നിനക്ക് കൊള്ളാം. ഞാനങ്ങ് മാറുക, നീ ഹാൻഡിൽ ചെയ്തോണം. ഹായ്, ഗൗരി അല്ലേ? അതെ, ഞാൻ ദിലീപ്. മനസ്സിലായി. ഓ, ഫോട്ടോയിൽ കാണുന്നതിനേക്കാളും സുന്ദരിയാണ് താൻ. ലൈക്ക് എ കളർഫുൾ ബട്ടർഫ്ലൈ. ഈ പാർക്കിൽ പറന്നു നടക്കാൻ വന്നതാണോ എന്ന് ചോദിക്കാൻ തോന്നുന്നു. എനിക്ക് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ടായിരുന്നു. ഓഫ് കോഴ്സ്, എനിക്കും ഒരുപാട് സംസാരിക്കാനുണ്ട്. ഇനിയുള്ള ജീവിതം മുഴുവൻ നമ്മൾ സംസാരിച്ചുകൊണ്ടേയിരിക്കും. അതല്ല, എനിക്ക് ജീവിതത്തിൽ ചില ലക്ഷ്യങ്ങളുണ്ട്. പഠിക്കണം, എംഫിലിന് ചേരണം. ഗുഡ്, വെരി ഗുഡ്. എന്റെ ഭാര്യയായിട്ട് വരുന്ന പെൺകുട്ടി ഒരു മണ്ടിയാകരുതെന്ന് എനിക്ക് ആഗ്രഹമുണ്ടായിരുന്നു. മൈ അമ്മ മെയ്ഡ് എ ഗുഡ് ചോയ്സ്. നാട്ടിന്ന് ആലോചിക്കാന്ന് പറഞ്ഞപ്പോ സി ഐ ഡൗട്ട് അബൌട്ട് ഇറ്റ്. പക്ഷെ യു നോ, മൈ അമ്മ ഈസ് ഗ്രേറ്റ്. അമ്മയ്ക്കറിയാം എനിക്ക് വേണ്ടത് എന്താണെന്ന്. ഞാൻ പറഞ്ഞു വരുന്നത്, എനിക്കിപ്പോ വിവാഹം. വിവാഹം ഇപ്പൊ തന്നെ വേണോ? ഓ, സോ സ്വീറ്റ്. യു ലൈക്ക് മീ ദാറ്റ് മച്ച്? ഹലോ, യെസ്. ഞാനൊന്ന് പറയട്ടെ. ഓ യെസ്. എനിക്കിപ്പോ പഠിക്കണം. ഉടനെ വിവാഹത്തിന് താല്പര്യമില്ലെന്നാ പറഞ്ഞത്. ഓ, ഇറ്റ്സ് ഓക്കെ, ഇറ്റ്സ് ഓക്കെ. ഉടനെ അല്ലല്ലോ, താൻ പഠിച്ചോ. നമുക്ക് 1-2 മാസം കഴിഞ്ഞ് വിവാഹം കഴിക്കാം. ബട്ട് എനിക്ക് തന്നെ ഒത്തിരി ഇഷ്ടം കേട്ടോ, മൈ കളർഫുൾ ബട്ടർഫ്ലൈ. ഇയാളുടെ അടുത്തുനിന്ന് എങ്ങനെയൊന്ന് രക്ഷപ്പെടുന്നത്? പ്രസിദ്ധ എങ്ങോട്ടാ പോയേ? തന്നെ കുറിച്ച് അമ്മ പറഞ്ഞപ്പോ ഞാൻ തന്റെ സോഷ്യൽ മീഡിയ അക്കൗണ്ടിൽ കയറി ഫോട്ടോസ് ഒക്കെ കണ്ടായിരുന്നു. എക്സ്ക്യൂസ് മീ. ഹലോ, നീ എവിടാ? ഞാനിവിടെ ഉണ്ട്, ട്രിവാൻഡ്രത്തുണ്ട്. ഓ, ഏയ് ഇപ്പൊ ഫ്രീ അല്ല. ഓക്കെ ഓക്കെ ഓക്കെ. മഹി,
are you, man? വേണ്ട ആരാ ആരാ അയാള്? എനിക്കറിയില്ല. എന്നെ ഇൻസൾട്ട് ചെയ്യാനാണോ ഇങ്ങനെ വിളിച്ചു വരുത്തിയേ? ആരടിയത്? എനിക്കറിയില്ല. ആരായാലും നിന്റെ രക്ഷകനായാള്. അതാ അമ്മരെ പിടിക്കണം. ആരാ അവരൊക്കെ? എന്താ ഇപ്പൊ ഇവിടെ സംഭവിച്ചത്? ആർക്കറിയാം? എനിക്ക് തോന്നുന്നത് അവന്മാരൊക്കെ ഗുണ്ടകളാണെന്നാ. നിന്നെ ഇടിച്ചിട്ട ആളാണെന്ന് തോന്നുന്നു. മീൻ ഗുണ്ട. ഏയ്, അയാളെ കണ്ടിട്ട് അങ്ങനെയൊന്നും തോന്നുന്നില്ല. അതെന്താ നിനക്കങ്ങനെ തോന്നാത്തത്? നിന്നെ ഇടിച്ചിട്ട് വീഴാതെ താങ്ങി പിടിച്ചോണ്ടാണോ? ഒന്ന് പോടി. അയ്യടാ, പെണ്ണിന്റെ ഒരു നാണം കണ്ടില്ലേ? എന്തായാലും അയാളെ കൊണ്ടൊരു ഉപകാരം ഉണ്ടായി. ആ ദിലീപിനെ ഓടിച്ചു വിടാൻ പറ്റിയല്ലോ. ഇനി അയാളെ കൊണ്ട് ശല്യം ഉണ്ടാവില്ല. അപ്പോ അതോടെ അയാളുടെ ശല്യം തീർന്നോ? അവൾ ഇങ്ങോട്ട് വരുന്നത് ഞാൻ കണ്ടത്. എന്നാ അവൾ അവിടെ തന്നെ കാണും. പാതിരാത്രിക്ക് അവൾക്ക് ഇവിടെ എന്താ പരിപാടി എന്നൊന്ന് അറിയണം. ഈ പടി കയറുന്നത് നല്ല പാടുള്ള പണിയാ. ഇവക്കൊക്കെ താഴെ നിന്നാ എന്താ കുഴപ്പം? ശബ്ദം ഉണ്ടാക്കാതെ വാ അമ്മേ. അവള് കേട്ടാ പിന്നെ കള്ളത്തരം കണ്ടുപിടിക്കാൻ പറ്റില്ല. അത് ശരിയാ. മഹേട്ടൻ എന്തിനാ അവരെ തല്ലിയത്? അങ്ങനെയുള്ള സ്വഭാവമൊന്നും മഹേട്ടനില്ലല്ലോ. എങ്കിൽ പറ, കേൾക്കട്ടെ. ഇത്രയൊക്കെ പ്രശ്നം ഉണ്ടായിട്ടും കല്യാണം വരെ എത്തിയത് എങ്ങനെയാണെന്നൊന്ന് അറിയണല്ലോ. ഇവൾ ആരോടാ സംസാരിക്കുന്നേ? ഗൗരിയുടെ പ്രേതത്തിനോടായിരിക്കും, അല്ലെങ്കിൽ വട്ടായി കിളി പോയതായിരിക്കും. നമുക്കിവളെ താഴോട്ട് തള്ളിയിട്ട് കൊന്നാലും കാലി വഴുതി വീണതാന്ന് പറയാം. അവിടെ ഗൗരിയുടെ പ്രേതം ഉണ്ടെങ്കിൽ അവളെ നമ്മളെ കറക്കി എറിയും. അവിടെ പ്രേതവും ഭൂതമൊന്നുമില്ല. അമ്മ വാ. ഞാൻ പിന്നെ വരാം.
പിന്നെ സത്യം പറ, നീ ഇപ്പൊ ഗൗരിയോടല്ലേ സംസാരിച്ചത്? അയ്യോ ചേച്ചി, ചേച്ചി എന്തൊക്കെയാ പറയുന്നേ? ഞാൻ ആരോട് സംസാരിച്ചൊന്നുമില്ല. ഞാൻ വെറുതെ കാറ്റ് കൊള്ളാൻ വേണ്ടി വന്നത്. ഓ പിന്നെ കാറ്റ്, ഇവിടെ വന്നല്ലേ നീ കാറ്റ് കൊള്ളുന്നേ? നിന്റെ കാറ്റ് പോവാതിരുന്ന നിന്റെ ഭാഗ്യം. അങ്ങനെ ഒരു ഭാഗ്യം ഇവൾക്കില്ലമ്മേ.